വിശുദ്ധ റമദാൻ നമ്മുടെ തൊട്ടടുത്താണുള്ളത്. ആ സമയത്ത് റമദാന്റെ ഒരു ലക്ഷ്യമുണ്ട്, അത് മനസ്സിലാക്കാതെ പട്ടിണി കിടക്കാൻ നിൽക്കരുത്. റമദാൻ ഒരിക്കലും പട്ടിണിയല്ല. പട്ടിണിക്ക് നോമ്പുമായി ബന്ധമുണ്ട് എന്ന് ശരിയാണ്, പക്ഷെ ലക്ഷ്യം പട്ടിണിയല്ല. ലക്ഷ്യം സത്യത്തിൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അത് നേടിയെടുക്കലാണ്. അങ്ങനെയെന്നുള്ള ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. ഈ സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രധാനമായി മൂന്ന് അമലുകൾ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. ഒന്ന്, സുജൂദ് അധികരിപ്പിക്കുക. സുജൂദ് ഇങ്ങനെ വെറുതെ സുജൂദ് ചെയ്യല്ല, സുന്നത്ത് നിസ്കരിക്കുക. രണ്ട്, ഖുർആനോത്ത് അവതരിപ്പിക്കുക. കാരണം ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആനോത്ത് അധികരിപ്പിക്കുക. മൂന്ന്, റമദാൻ പറഞ്ഞ ഉടനെ അള്ളാഹ് പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, ദുആഇക. ഈ മൂന്ന് കാര്യമാണ് പ്രധാനമായി പരിഗണിക്കാനുള്ളത്. ഇബ്ലീസ് ഓരോ മനുഷ്യനും 6 ഭാഗങ്ങളുണ്ട്. വലത്ത്, ഇടത്ത്, മുന്നില്, ബാക്കില്. ഈ 2 ഭാഗവും കൂടി മുകളില്, താഴെ. ഇതിൽ 4 ഭാഗത്തു കൂടി ഇബ്ലീസ് വ്യാപിക്കൊടുക്കും. മേലെ കൂടി വരില്ല, താഴെ കൂടിയും വരില്ല. കാരണം എന്താ? മേലെ എന്നുള്ള ദ്വാരക്കുമ്പോ കൈ ഉയർത്തുന്ന സ്ഥലം. അവിടെ പടച്ചോണ്ട് എന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് അള്ളാഹു തആല കാണിച്ചു തന്നൊരു മര്യാദ ഇങ്ങനെയാണ്. അപ്പൊ ആയിക്കൂടി വല്ലാതെ പേപ്പിക്കാൻ വരില്ല. അതുകൊണ്ടല്ല നിങ്ങൾ ഈ മനസ്സൊന്ന് അറിഞ്ഞിട്ട് ദ്വാരക്കാൻ നിൽക്കുന്ന ആളെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ വസ്വാസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയലും കോട്ടുവായൊന്നും വല്ലാതെ വരില്ല. ഖിയാമില് നിൽക്കണ പോലുള്ള വരൂല, കാരണം ആയിക്കൂടി വല്ലാതെ പേപ്പിക്കില്ല. പിന്നെ താഴെ കൂടിയും പേപ്പിക്കൂല, കാരണം താഴെ സുജൂദിന്റെ സ്ഥലം. ഇപ്പൊ നിസ്കാരത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാണി. ഖിയാമില് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന വസ്വാസം സുജൂദ് കിടക്കുമ്പോ വരൂലല്ലോ, അത്ര കനത്തില് വരൂല. പിന്നെയും വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഓഫീസ് പൂട്ടിക്കണെന്നാണ്. വലിയൊരു കനത്തില് വരൂല. കാരണം എന്താ? താഴെ കൂടി മേലെ കൂടി മൂപ്പര് വല്ലാതെ സ്വീപ്പാക്കൂല. മൂപ്പര് പറഞ്ഞതന്നെ അങ്ങനെയാണ്. ഞാൻ ഓലെ വലത്ത് കൂടി, ഇടത്ത് കൂടി, മുമ്പ് കൂടി, ബാക്ക് കൂടി ഒക്കെ പോകുന്ന പറഞ്ഞത്. മേൽക്കൂടിയും താഴെ കൂടിയും പോകുന്ന പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ അങ്ങോട്ട് പിടിക്കാം. സുജൂദ് അധികരിപ്പിക്കുക, ദുആ അധികരിപ്പിക്കുക, ഒക്കെ സ്വാലിഹ്യങ്ങളാണ്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. റമദാൻ ആണെങ്കിൽ എന്താണെങ്കിലും സംഗതി മനസ്സിലാക്കിയിട്ട് അതുമായി പെരുമാറും. മനസ്സിലാക്കാതെ പെരുമാറലും മനസ്സിലാക്കി പെരുമാറലും രണ്ടാണ്. വിഷയം ശരിക്കും മനസ്സിലാക്കിയിട്ട് പെരുമാറിയാണ്ടല്ലോ റമദാനിലൊക്കെ അടിച്ച് കയറാൻ കഴിയും നമുക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഓതുടുക്കുന്ന സമയത്ത് വിറക്കണ ആളാണ്. സംഗതി മനസ്സിലായതുകൊണ്ടാണ്. ആദ്യം ആളുകൾ കരുതി ഈ തണുപ്പ് കാലത്ത് വറക്കുകയാണ്. കാരണം നമ്മളൊക്കെ വറക്കലുണ്ട്, തണുപ്പിനെ ഓതുടുക്കുമ്പോ കൈയും കാലം വറക്കും. പക്ഷെ ചൂടുകാലത്തും വറക്കാണ്. അത് തണുപ്പ് കാലത്തും വറക്കണം, ചൂടുകാലത്തും വറക്കണം. അപ്പൊ അവരോട് ചോദിച്ചു, എന്താ ഈ ഓതുടുക്കണ സമയത്ത് ഇങ്ങനെ വറക്കണോ വെച്ച്. ആരെ മുമ്പിൽ നിൽക്കാനാ ഈ പോണെന്ന് വെച്ച്. അതാണാ വേറെ ആരെ മുമ്പിൽ നിൽക്കാനാണ് ഇപ്പൊ നമ്മളീ പോണെന്ന് വെച്ച്. ഈ ഒരു വേറെ ഉള്ളിലുള്ള ഈ പേടി, ഇതിങ്ങോട്ട് ചൂട് കയറാനാണ് നോമ്പ്. അപ്പൊ അതിന് അള്ളാഹ് എന്ത് ചെയ്യുമെന്നാണ് പട്ടിണി കിട്ടാണ്. കാരണം ഈ കാട്ടാനനെ എങ്ങനെ നാട്ടാനാക്കുന്ന നിങ്ങൾക്ക് അറിയാം. ഈ നാട്ടിലിപ്പോ ഈ നടക്കുന്ന ആനകളൊക്കെ ഞാൻ ഇന്നലെയും കണ്ട 4-5 ആനനെ കാണാൻ പോയതല്ല കേട്ടോ, യാത്രക്കടയിൽ കണ്ടതാ. ഞാൻ പൂരത്തിന് പോയിക്കണെന്ന് പറയാൻ നിൽക്കണ്ട. ഇങ്ങനെ യാത്രക്കടയിൽ ആന കണ്ടു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ആന കാണുന്ന വലിയ കൗതുക. ഞാൻ വണ്ടിനിങ്ങനെ കണ്ടു. അതേപ്പോ പറഞ്ഞു, ഞാൻ മൂലേര് ഇന്നലെ പൂരത്തിന് പോയിന്ന് വെടിവെട്ടിക്കാൻ നിൽക്കണ്ട. സുബ്ഹാനഹുവല്ല, തമാശ പറഞ്ഞാണ്. ഏതായാലാവട്ടെ. അപ്പൊ ഈ നടക്കുന്ന ആനകളൊക്കെ കാട്ടുതാനകളായിരുന്നു. ഭയങ്കര ഗജവീരന്മാര്, പോക്കിരിമാരായിരുന്നു. ആ ആനനെയാണ് ദിനേശ് വീടിന്റെ വലിപ്പുള്ള പാപ്പാനെ കാലിന്റെ അടുക്കിലാക്കി കൊണ്ടുനടക്കുന്നത്. നോക്കാൻ നിങ്ങൾ കീഴ്പ്പെടുത്തിയ കോലം. ഇതെങ്ങനെ ആയെന്ന് അറിയങ്ങള് അത് ആനയെ കുറിച്ചൊന്ന് പിടിച്ചു നോക്കണേ, അപ്പൊ മനസ്സിലാവും. ഒരു വലിയ കുഴി കുഴിക്കും കാട്ടില്, അതിൽ ആന വന്ന് വീഴലാണ്. കുറച്ച് ദിവസമാണ് പട്ടിണി കിടത്തും. പട്ടിണി കെടുത്തി മെരുക്കിയിട്ടാണ് പുറത്ത് കിടക്കുക, എന്നിട്ടാണ് നാട്ടിൽ കയറുക. അപ്പൊ കാട്ടാനനെ നാട്ടാനാക്കാൻ പട്ടിണി വേണമെങ്കിലേ നമ്മളൊക്കെ സത്യത്തിൽ ആരെന്നെയാണ് മുണ്ടണ്ട. കഴിഞ്ഞ 11 മാസമായി ആനന്റെയും പുലിന്റെയും കടുവന്റെ ഒക്കെ സ്വഭാവം ഉള്ളവരെന്നെയായിരുന്നു. അള്ളാഹ്ക്കറിയാം. അതിൽ അള്ളാഹ് റമദാനാകുന്ന കൊയ്യാണ്ടിട്ട് 1 മാസം അവിടെ കിടക്കുന്ന.
ശവ്വാൽ 1 പുറത്താക്കുമ്പോ ഒക്കെ മുത്തക്കിങ്ങളായിട്ടുണ്ടാവും. ലാലക്കും തത്തക്കോ ഞാൻ അപ്പോക്കിനെ ഇളകി പോണം. അൽ കോത്തുൽ ബഹീമി, അൽ കോത്തു സബൈ, അതൊക്കെ മനുഷ്യനിൽ ഉണ്ട് എന്ന് പറയാൻ തന്നെ ഗസാലിമാമിന് ഒരു കിതാബുണ്ട്. അത് പറയാൻ തന്നെ. അതുകൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത് കണ്ണുകൊണ്ട് നല്ലത് കാണില്ല, ചെവിടുകൊണ്ട് നല്ലത് കേൾക്കണില്ല, കൽബുകൊണ്ട് നല്ലത് ഉലായിക്കല്ലെന്നാ ബൽഹും അതല്ലെന്ന് കൂടി പറഞ്ഞു. സംഗതി കൈവിട്ടു പോയ കളിയുള്ളത്. അപ്പൊ അതിന്റെ ഇടയിലാണ് റമദാൻ അല്ലാഹു തആല ഏർപ്പെടുത്തിയത്. ആ പട്ടിണി ലക്ഷ്യമേ അല്ല. കാരണം അസ്സൗമു അൽ ജൂഉ എന്നത് പടച്ചോന്റെ ദുനിയാവിൽ ഒരൊറ്റ കിതാബിലും ഇല്ല. ഞാൻ നാളെ പറഞ്ഞപ്പോ ഒരു ഉസ്താദിനോട് പറഞ്ഞു, ഉറപ്പാന്ന് വെച്ച് ഒരു കിതാബിൽ നിങ്ങൾ കാണിച്ചു തരൂല അസ്സൗമു അൽ ജൂഉ. അങ്ങനെ നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണിയാണെന്ന് ലോകത്തൊരു പണ്ഡിതനെ എഴുതിയിട്ടില്ല. പട്ടിണി അതിന്റെ ഒരു മാർഗമാണ്. നോമ്പാണെങ്കിലും നിസ്കാരാണെങ്കിലും അത് രണ്ടോണ്ടും പഴക്കുന്നവരുണ്ട്, നന്നാകുന്നവരുണ്ട്. അപ്പൊ നിസ്കാരം 2 ഐറ്റം ഉണ്ട്. നിങ്ങൾ നോക്കൂ, സാഹിന്റെ നിസ്കാരം ഉണ്ട്, ഹാഷിന്റെ നിസ്കാരം ഉണ്ട്. സാഹിന്റെ നിസ്കാരം വൈലുലിൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. സാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്നാണ് പറയാ. എന്നിട്ട് കൽബ് മൊത്തം അല്ലാത്തോടത്തൊക്കെ ഇങ്ങനെ തിരിഞ്ഞു പറയാം. പറഞ്ഞത് അല്ലാഹു അക്ബർ എന്നാണ്. എന്നാ കൽബോ അള്ളാഹിന്റെ അടുത്തേ ഇല്ല, അല്ലാത്ത എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതാണ് ആ സാഹിന്റെ നിസ്കാരം എന്ന് പറയാം. എന്നാ നിസ്കാരം വേറെ ഉണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അത് മർമ്മത്ത് കൊള്ളുന്ന നിസ്കാരമാണ്. ഏതമലും അങ്ങനെ. നോമ്പോ റുബ്ബ സാഹിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്ര നോമ്പുകാരാണ് നോമ്പ് കൊണ്ട് ഓൽക്ക് കുറച്ച് പട്ടിണി അല്ലാതെ വേറൊരു നേട്ടവും കിട്ടിയിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇപ്പൊ എന്തിനായി പറയണേ? നിങ്ങളോട് മാത്രമല്ല, എന്നോട്. പട്ടിണിയിൽ കലാശിക്കുന്ന പരിപാടി അവരുടെ റമദാൻ. സ്വർഗം തുറന്നു കിട്ടുന്ന, റയ്യാന്റെ കവാടം തുറന്നു കിട്ടുന്ന പ്രോഗ്രാം ആയിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് വേണ്ടത് മുന്നൊരുക്കത്തിൽ പ്രധാനം ആന്തരിക ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ്. ആന്തരിക ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ്. അത് ഉടഞ്ഞു പോകുന്ന സംഗതികളാണ് നാട്ടിലും റോട്ടിലൊക്കെ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കും. നോമ്പം കണ്ടായ എല്ലാ അലാഖിന്റെ കൊടിയോ അതാണ്. അപ്പൊ തകൃതിയിൽ പല നിലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ നമുക്ക് ഇടപെടേണ്ടി വരും, സ്വീകരിക്കണം. പക്ഷെ അവിടൊക്കെ നമ്മൾ ഈമാനം നഷ്ടപ്പെടുന്നുണ്ടോ, നോമ്പിന് അവിശുദ്ധമായ വല്ലതും ഹൃദയത്തിൽ കയറുന്നുണ്ടോ, നോമ്പിന്റെ ഫസാദിന് സഹായകമായ സംസാരങ്ങളും ഒക്കെ വരുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചാലേ നമ്മൾ മൗത്താവുമ്പോ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന എല്ലാ ആൾക്കാരും കൂടി വന്നാൽ കബർ വരെ ഉണ്ടാവുള്ളൂ. പിന്നാണ് ഉണ്ടാവില്ല. ആരുണ്ടാണ്? കൂടി വന്നാൽ കബർ വരെ ഉണ്ടാവും. പിന്നെ ആരാ ഉണ്ടാണ്? മഹാനായ ഹാത്തിമുൽ അസ്മ വലിയ മഹാനാണ്. അവരുടെ ഉസ്താദാണ് ശൈഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. 33 കൊല്ലാണ് ഉസ്താദിന്റെ അടുത്ത് ഓതിയത്. 33 കൊല്ലം. ഇന്ന് കുട്ടികളോത്ത് 7 കൊല്ലം ബിരുദം, പിന്നെ അന്താരാഷ്ട്ര പണ്ഡിതൻ. 7 കൊല്ലം ബിരുദം, അന്താരാഷ്ട്ര പണ്ഡിതൻ. അങ്ങനെയല്ല ഇപ്പത്തെ പോക്ക്. അതിന്റെ അടിയിൽ ഇംഗ്ലീഷും ഉറുദും സംസ്കൃതവും മലയാളവും പ്രസംഗവും പാട്ടും പ്രബന്ധവും ഗവേഷണവും ഖുർആൻ റിസർച്ച് സെന്റർ എന്നാ പറയാം. ഞാൻ അതിനെ കളിയാക്കല്ല. അതൊക്കെ നടക്കട്ടെ. കാലോചിതമായ ഗവേഷണമൊക്കെ ഉണ്ടാവും. ഞാനൊന്നും കളിയാക്കല്ല. പക്ഷെ പഴയ കാലം ഒന്ന് ഓർത്തു പോയതാണ്. ഇനിയും ഞാൻ കളിയാക്കിയെന്ന് പറയാൻ നിൽക്കണ്ട. ഞാനും ചെറുതാക്കുന്ന ആളല്ല. ഒക്കെ മര്യാദക്ക് നടക്കട്ടെ. 33 കൊല്ലാണ് ഓതിയത് ഈ ശിഷ്യൻ ഉസ്താദിനെ എടുത്ത്. 33ാമത്തെ കൊല്ലം ഉസ്താദ് വെച്ചു എന്തൊക്കെയാ ഇപ്പൊ പഠിച്ചെന്ന് വെച്ച് 8 കാര്യമാണ്. മഅദല്ലാഹ് ഇന്നാലില്ല. 33 കൊല്ലം ഓതിച്ച് 8 കാര്യോ? ഇതിന് എന്നപ്പോ 33 കൊല്ലം ചെലവഴിച്ച് എനിക്ക് മതി. 8 കാര്യം 33 കാര്യമാണ് തർക്കടില്ല. ഓരോ കൊല്ലം ഓരോ ഇൽമെന്ന് വെക്കായിരുന്നു. ആകെ 8 കാര്യം 30 മതി. അപ്പൊ ഉസ്താദ് അപ്പൊ എനിക്ക് എന്തായിരുന്നു ആദ്യമേ പണിന്ന് വെച്ച്, എനിക്ക് 8 കാര്യം പഠിക്കൽ തന്നെ 2 മണി അയിമെല്ലാം ഉണ്ട്. ഒന്നും അങ്ങനെ പറയുന്നതാണ്. 8 കൂടി ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറയാം. 1ാമത്തെ ഇൽമെന്ന് പറയുന്നത്. അപ്പൊ ഹാത്തിമുൽ അസ്മ പറഞ്ഞു, ഉസ്താദേ നളർത്തു ഇലൽ ഖൽഖി, ഞാൻ ഈ ദുനിയാവിലുള്ള മനുഷ്യ സൃഷ്ടികളല്ലാത്ത സൃഷ്ടികളിലേക്കൊക്കെ ഞാനൊന്നും അങ്ങനെയാണ് കണ്ണോടിച്ചു. ഫറഅയ്തു കുല്ല വാഹിദി മിൻഹും, അപ്പൊ അവരെല്ലാരും ഓരോ ആൾക്കാരെയും ഞാൻ കണ്ടു. യുഹിബ്ബുനൽ മെഹബൂബ, കുറെ സാധനങ്ങള്, ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതുമായ കുറെ സാധനങ്ങളെ പ്രണയിക്കുന്നുണ്ട്. കെട്ടികളാവാം, കുട്ടികളാവാം, കൊട്ടാരാവാം, കച്ചവടാവാം, സമ്പത്താവാം, പണമാകാം, പൊന്നാകാം, കൂട്ടുകാരാവാം, കുടുംബക്കാരാവാം,
പ്രസ്ഥാനങ്ങളാവാം. അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ സ്നേഹിച്ച് പ്രണയിച്ച് ഇങ്ങനെ വാരി പുണർന്ന് നടക്കണം എല്ലാരും. ഞാനിങ്ങനെ നോക്കുമ്പോ ഈ എല്ലാ സാധനങ്ങളും ഇവര് മരിച്ചാല് ഖബർ വരെ കൂടെ ഉണ്ട്. അത് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, പഠിച്ചവനെ കുട്ടികളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഈ സാധുവിനെ ആ ഇടുക്കിൽ കൊണ്ടുപോയിട്ടിട്ട് മണ്ണും വാരി എറിഞ്ഞിട്ട് തട്ടി കൊടുഞ്ഞു പോകണല്ലോ, ഇതൊരു ചതിയല്ല റബ്ബേ. കാരണം വേണ്ടത് തന്നെയാണല്ലോ. കനിഞ്ഞ് മൂപ്പര് ഒറ്റക്കാണ്. ഇവിടെ ഇപ്പൊ നമ്മള് വലിയ വീടുണ്ടാകുമ്പോ അവിടെ കൊലായ്മ കുറച്ച് ആൾക്കാർ വന്നിരിക്കും, എന്നിട്ട് സുഹൃത്തുക്കളാ, എന്നിട്ട് അവിടെ മിച്ചറും ചായയൊക്കെ കുടിച്ചാണ് പോകും, അല്ലെങ്കിൽ വണ്ടിയിൽ കയറി. ഇതൊക്കെ സംഗതി നല്ല തന്നെയാണ്. പക്ഷെ വേണ്ടത് മനുഷ്യൻ കുടുങ്ങണ സമയത്ത് ഒപ്പം നിൽക്കല്ലേ വേണ്ടത്. അവിടെ ആരും കബർക്ക് ഇറങ്ങണില്ല. ഇയാൾ ഒറ്റക്ക് കബർക്ക് ഇട്ടിട്ട് ആ ഇടുക്ക് കൊണ്ടുപോയിട്ടിട്ട് പോരാത്തതിന് കുറച്ച് മണ്ണും മാരി നഞ്ഞത്ത് കിട്ടിട്ട് പോലാണ് പോവാ. ഇതൊരു ചതിയാണല്ലോ റബ്ബേന്ന്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഓരോ സംഗതി ഒരു മനസ്സിലാക്കുക. ഞാനിങ്ങനെ എന്തിച്ചു, ഉസ്താദെ കുടുങ്ങിയിട്ട് കിടക്കണ സമയത്ത് ഏത് കൂട്ടുകാരാണ് ഇപ്പൊ കൂടെ ഉണ്ടാകുന്ന ഇങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അത് നല്ല നല്ല ഇബാദത്തുകൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നിസ്കാരത്തെ പ്രേമിക്കാൻ തുടങ്ങി, നോമ്പിനെ സ്നേഹിക്കാൻ തുടങ്ങി. എന്റെ കൂട്ടുകാരപ്പൊ ഖുർആനാണ്. കാരണം അവരൊക്കെ എങ്ങനാലും ഖബർക്ക് നമ്മളാണ്ട് ഇറങ്ങുമ്പോ കൂടെ ഉണ്ടാവുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞു. അതിൽ ഉസ്താദാണ്ട് പൊട്ടിക്കാരല്ലോ. അത് വല്ലാത്തൊരു ഇൽമാണല്ലോ പാപ്പ, അത് വല്ലാത്തൊരു ഇൽമാണല്ലോ. കാരണം എല്ലാം ഖബർ വരെ ഉണ്ട്. ഖബർ കണ്ടെത്തിയ ഏതെങ്കിലും മക്കളും ആപ്പാന്റെ കൂടെ ഖബർക്ക് ഇറങ്ങണ്ടോ? നിങ്ങൾ ആരെങ്കിലും മരിക്കാൻ സമയത്ത് നീ പറയാൻ നിൽക്കണ്ടേ, തമാശ പറഞ്ഞാണ്, കരഞ്ഞുകൊണ്ടിരിക്കണ മോനെ വിളിച്ചു കണ്ടിച്ച് കരണ്ടടാ, വാപ്പ പോയാലും അടുത്ത ആഴ്ച തന്നെയാണ് എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞാല് എന്താ ഉണ്ടാകുക? മനുഷ്യ കരുന്നാവുകൊണ്ട് പറയാൻ നിൽക്കരുതല്ലോ പറയാ. അഥവാ സംഭവിച്ചാൽ ഇങ്ങക്കാണ്ട് പോയാൽ പോലെ എന്നായിരിക്കും പിന്നെ ഉള്ളിലുണ്ടാകാം. ഞാൻ ഇതേ വർത്താനം പറഞ്ഞു മുസ്തഫ നബി ഫാത്തിമ ബീവിനോട്. ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ പ്രയാസം കണ്ടിട്ട് കരയായിരുന്നു. അപ്പൊ അടുത്ത വിളിച്ചറിഞ്ഞു, ഫാത്തിമ കരയണ്ട, ഉപ്പാന്റെ കുട്ടിയാണേക്കാരും കുടുംബത്തിൽ ഉപ്പാന്റെ അടുത്തേക്ക് ആദ്യം വരികയാണ്. കരഞ്ഞിരുന്ന ഫാത്തിമ ചിരിച്ചു റളിയല്ലാഹു അൻഹ. കരഞ്ഞിരുന്ന ആള് ചിരിച്ചു. കാരണം എനിക്ക് പെട്ടെന്ന് പോവാല്ലോ എന്റെ വാപ്പന്റെ അടുത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഖബർക്ക് ഇറങ്ങണ സമയത്ത് കൂടുള്ള കൂട്ടുകാരാണ് ഈ നിൽക്കണ ജമാഅത്ത്. ഇനി ഖുർആൻ ഇതുണ്ടാവും. നമ്മളവിടെ എത്തണതിന് മുമ്പ് ഖുർആൻ അവിടെ എത്തും. നമ്മളവിടെ എത്തണതിന് മുമ്പ് സദഖ അവിടെ എത്തും. നമ്മളവിടെ എത്തണതിന് മുമ്പ് നമ്മളെ സുജൂദുകൾ അവിടെ എത്തും. ഉറപ്പാണ്. ما كان يعملون ألا إنما الإنسان ضيف لأهله يقيم قليلا عندهم ثم يرهلون. നീ കൂട്ടുകാർ സമ്പാദിച്ചോ, തസവ്വദ് സമ്പാദിച്ചോ, കരീനം കൂട്ടുകാരെ ഫിൽ ഖബരി, ഖബർക്ക് കൂട്ടുകാർ സമ്പാദിച്ചോന്നാ യാഫീമാൻ പറയണേ. കാരണം അലാ ഇന്നമൽ ഇൻസാനു ലൈഫുൽ അലി. ഇവിടെ ഏതാൾക്കാരും പൊരയില് വിരുന്നേരനാണ്. യുക്കീമോ കലീലൻ, കുറച്ചേ കുട്ടികളെ കൂടെ ഉണ്ടാവുള്ളൂ. സുമ്മ എറിയാലോ, പിന്നെ കെട്ടും കെട്ടി പോകും. ഞാൻ വേല കഴിഞ്ഞ് വന്ന് രാത്രി 2 മണിക്ക് ഞാന് മൊബൈല് തുറന്നു നോക്കിയപ്പോ പിന്നെ എനിക്ക് സുബഹിയെ ഉറക്കാൻ കിട്ടണില്ല. സത്യം. കാരണം മൊബൈലുണ്ട്. പന്താവൂര് റഫീഖ് അൻവരി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇപ്പൊ അടുത്ത് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. എന്റെ പ്രായം അദ്ദേഹത്തിനില്ല. പ്രഭാഷകനാണ്, മുദരിസ. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഉറക്കം കിട്ടുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഉറക്കം കിട്ടുന്നില്ല. കുറച്ച് ഇരിക്കും, കുറച്ച് നടക്കും, കുറച്ച് ഒന്നോട് തോക്കും. സുബഹി വരെ ഉറക്കം കിട്ടില്ല. പിന്നെ രാത്രി 2 മണിക്ക് ആരോടൊപ്പം വിളിച്ചു ചോദിക്കുക എന്താ കാരണം എന്ന്. ഇതിൽ മൊബൈൽ കണ്ടോ? അപ്പൊ ഞാൻ എന്തായിരിക്കും അത് സംഭവം? അപ്പൊ എന്റെ കൽബിൽ ഒരു ആയത്തെങ്ങനെ ഓർമ്മ വന്നു. എന്തായിരിക്കുന്നോ? കാരണം അറിയോ റഫീഖ് അൻവരി വഫാത്തായത് അറിയോ? എന്താ സോക്കട കിടക്കുന്നത്? ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടതാണ്. നല്ല പ്രഭാഷകൻ. ആ ഏരിയക്കൊക്കെ പല പ്രാവശ്യം എന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോയിക്കണേ. അദ്ദേഹം ഒരു പ്രഭാഷകനായിരിക്കെ എന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോകുന്ന ആളാണ്. നിഷ്കളങ്കനായ മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സംസാരിക്കേണ്ടതെന്ന് കൃത്യമായി തിരിച്ചറിയുന്ന പക്വതയുള്ള പണ്ഡിതൻ. അള്ളാഹു അദ്ദേഹത്തിന് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ ചൂട് കയറുന്ന രംഗങ്ങളാണ് ആൾക്കാർ. ഇനിയിപ്പൊ ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ ഖബറിൽ ആദ്യ രാത്രിയാണല്ലോ. ഇന്നലെ പെണ്ണുങ്ങളെ കൂടെ
ഇന്നലെ രാത്രി പെണ്ണുങ്ങളെ കൂടെ ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഖബറിൽ ആദ്യ രാത്രിയാണ്. അള്ളാഹു താല ആ ഖബറിൽ അള്ളാഹു പ്രകാശം ചൊരിച്ചു കൊടുക്കട്ടെ. അപ്പൊ നമ്മളെല്ലാരും ചിന്തിക്കേണ്ടത് ഖബർക്ക് കുറച്ച് കൂട്ടാളികളെ ആയിരിക്കണം റമദാനിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള കൂട്ടാളികളൊക്കെ എത്ര സ്നേഹിച്ചാലും, മോനാണെങ്കിലും ശിഷ്യനാണെങ്കിലും ഉസ്താദാണെങ്കിലും ആരാണെങ്കിലും ഖബറ് വരെ വന്നിട്ട് നെഞ്ഞത്തേക്ക് കുറച്ച് മണ്ണും വാരിയിടും. ഖബറിന്റെ ഉള്ളിലോ ഇനി പുറത്തോ ആരെങ്കിലും ഉണ്ടാവും? പുറത്താരെങ്കിലും ഇല്ലല്ലോ. നീ എപ്പോഴെങ്കിലൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയാമെന്ന് കയറിയത്. ഇപ്പൊ നിങ്ങളെ വാപ്പാരന്മാരത്തൊക്കെ ഖബറും പോയിട്ട് എത്ര നമ്മളിപ്പോ എപ്പോഴും അവിടെ പോയി കഴിഞ്ഞാ പിന്നെ മറവിയല്ലേ മനുഷ്യന്. എന്നാലും ഇവിടുത്തെ പരിപാടികൾ നടക്കുള്ളൂ. എന്നിങ്ങനെ മരണം ഓർത്തുന്ന ഇവിടെ പരിപാടി നടക്കുവോ? ഇവിടുത്തെ പണികൾ നടക്കണ്ടേ? എന്നിപ്പോ വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു ഇങ്ങനെ ഓക്കാനടിച്ച് ചിന്തിച്ചാൽ നാസ്തയിക്കാൻ പറ്റുമോ? ഇല്ല, നാസ്തയിക്കാൻ പറ്റും. മറവി ഉണ്ടാവും. പിന്നെ ഈ കബറ് കിടക്കുന്ന മയ്യത്തും ഓന്റെ അമലും ഉണ്ടാവും. ഇസ്ബഉൽ മയ്യിത്ത് സലാത്ത് ഇർജു ഇസ്നാനി വയബഖൽ വാഹിദു മുഹമ്മദ് മുസ്തഫ ഇർജു അഹ്ലുഹു വമാലുഹു വയബഖ മഅഹു അമലുഹു. കൊണ്ടേ മുഴുവൻ സാധനങ്ങൾ തിരിച്ചു തരും. ഓന്റെ കൂടെ അമലുള്ളത് മാത്രം കബർക്ക് ഇറങ്ങും. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത് ഓർത്തിട്ട് കൽബൊന്ന് പാകപ്പെടുത്തിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഖബർക്ക് ഇറങ്ങാനുള്ള ഈ ഇളകണ മയ്യത്തുകളാണ് നമ്മൾ, ചലിക്കണ മയ്യത്തുകൾ. മരണം ജീവിതത്തോടെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ പരിപാടിയാണ് അസ്രായേൽ വന്നിട്ട് നടക്കുന്നത്. ഓരോ ശ്വാസവും മരണാണ്. മുടികൾ നരച്ചു മരിച്ചു, കണ്ണിന് അന്ധത ബാധിച്ചാൽ മരിച്ചു, കൈകൾക്ക് സ്വാധീനം കുറഞ്ഞു മരിച്ചു, ചുളികൾ വന്നു മരിച്ചു, കേൾവി കുറഞ്ഞു മരിച്ചു, ഉള്ളിൽ ഓരോ പ്രശ്നങ്ങൾ മരിച്ചു. ഇനി റൂഹ് അങ്ങോട്ട് പോണ അവസ്ഥ മാത്രമേ ഉള്ളൂ. ആ പരിപാടി അസ്രായേലാണ് ഏറ്റെടുത്തത്. ഓരോ സെക്കൻഡും നമ്മളെ ഖബറിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം മരണത്തിന് വേണ്ടിയാണെന്ന തിരിച്ചറിവോടുകൂടി റമദാനിനെ വരവേൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, റമദാൻ ആയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ഇബാദത്താണ്. ഒന്ന് സുജൂദ് അധികരിപ്പിക്കുക, ഖുർആനോത്ത് അധികരിപ്പിക്കുക, ദുആയും അധികരിപ്പിക്കുക. അത് ഇന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മുറാഹിമീനായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് ചൊല്ലിയത് എല്ലാം നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ വാതായനങ്ങൾ പാവങ്ങളായ അടിയങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. നിന്റെ കൃപയുടെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാഹ്. റമദാൻ പട്ടിണിയിൽ കലാശിക്കുന്ന പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ഖൽബിന്റെ വിശുദ്ധിയോടെ റമദാനിനെ മുന്നൊരുക്കമായി റമദാൻ നീ അർഹിക്കുന്ന, നീ തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ ഏറ്റെടുത്തുകൊണ്ട് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന പരുവത്തിൽ ഞങ്ങളെ നീ മാറ്റിയെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പലർക്കും പല പ്രയാസങ്ങളുമുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. സ്വന്തം ശരീരം കൊണ്ട്, കുടുംബക്കാരെ കൊണ്ട്, ഭാര്യമാരെ കൊണ്ട്, ജ്യേഷ്ഠാനുജന്മാരെ കൊണ്ട്, പലരെ കൊണ്ടും അല്ലാഹുവേ വേദന കൊണ്ട് പൊളയുന്ന ആളുകളുണ്ട്. നീ ശിഫാ സലാമത്ത് നൽകണേ അല്ലാഹ്. ക്യാൻസർ ബാധിച്ചുകൊണ്ട് തന്നെ രാത്രിയിൽ പോലും ഉറക്കമില്ലാത്ത രോഗികൾ ദ്വാരക്കാൻ വിളിച്ചു പറയാറുണ്ട്. നീ ശിഫാ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് റഫീഖ് അൻവരിയുടെ ഖബറിനെ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ യാത്രയെ സ്വർഗത്തിലേക്കുള്ള യാത്രയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ വഅദ്, ദർസ്, എന്തെല്ലാം ദീനിന് വേണ്ടി ദഅവത്ത് നടത്തി അത് മുഴുവനും കബൂലാക്കി അദ്ദേഹത്തിന്റെ കൂടെ നീ ആക്കി കൊടുക്കണേ അല്ലാഹ്. അതിന്റെ സന്തോഷം അവരുടെ ഖബറിൽ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കൊക്കെ ഒരു യാത്രയുണ്ട് എന്ന ബോധത്തോടെ ജീവിത ജാഗ്രതക്കുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഉള്ള കാലം ഇസ്സത്തോടെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സൗഭാഗ്യവും നൽകണേ അല്ലാഹ്.
അതിനുള്ള വിഭവങ്ങൾ ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്ത കുറെ ആളുകളുണ്ട്, വീട് കൊടുക്കണേ അല്ലാ. വീട് പണിയുള്ളവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. രോഗികൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. കടലിൽ പോയി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാ. പടച്ചവനെ, ഓടി നടന്ന് കുടുംബത്തെ പോറ്റാനും പാവങ്ങളെ സഹായിക്കാനും വേർക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ അന്നം നീ മുടക്കല്ല അല്ലാ. കച്ചവടം പരാജയപ്പെടുത്തല്ല അല്ലാ. ദഅവത്തിന് താങ്ങും തണലുമാകുന്നവരുണ്ട്, അവരെ നീ തളർത്തല്ല അല്ലാ. ഈ നാടിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. കാർപ്പറ്റിന് വേണ്ടി കഴിഞ്ഞ സാസിൽ പറഞ്ഞപ്പോൾ ഏകദേശം 1,80,000 അതിന്റെ മേലെയോ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പലരും കൊടുത്തത് 10,000 ചിലർ കൊടുത്തത് 5,000 2,000 1000 കൊടുത്തവരുണ്ട്. ചെറുതും വലുതും വേറെയുമുണ്ട്. എല്ലാം നീ ജാരിയായ സ്വതക്കയായി സ്വീകരിക്കണേ അല്ലാ. എന്നാൽ 3 ലക്ഷത്തിന്റെ മേലെ വരുന്നതിൽ ഇനിയും കാശ് ആവശ്യമുണ്ട്. അത് ഏതെങ്കിലും വഴിയിലൂടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് ഖൈറായി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്താൻ, ഖുദ്മത്ത് നടത്താൻ സമയവും ആയുസ്സും ആരോഗ്യവും നൽകണേ അല്ലാ. അതിന് തടസ്സമുള്ള രോഗമോ ക്ഷീണമോ നൽകല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ച് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചവരുണ്ട്, ഒരുപക്ഷെ ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുമുണ്ട്. എല്ലാവർക്കും ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ആളുകളടക്കം, നേരത്തെ ഇവിടെ കാളിയായിരുന്ന മരക്കാർ ഉസ്താദ് അടക്കം എല്ലാവരുടെയും ഖബറുകൾ നീ സന്തോഷമാക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه.